നിങ്ങൾ എപ്പോഴും പറയില്ലേ, ഒരു നോർമൽ ടിപ്പിക്കൽ കമേഴ്സ്യൽ മൂവിക്ക് പുറത്ത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ റിസ്ക്കും ബെയർ ചെയ്യണം എന്നുള്ളൊരു സിനാരി ഉണ്ടല്ലോ. റൈറ്റർ ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയല്ലോ, ഇപ്പം ഒരു ഒരു സിംഗിൾ ഒപ്പീനിയൻ വരാം. ഇത് ഇവിടെ ഒരു മിക്സഡ് ഒപ്പീനിയൻ ഫാക്ടർ ആണല്ലോ. നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആളുകൾ ആക്ച്വലി ഫുട്ബോൾ കളി കാണുന്നതിനിടയിലാണ് നോബഡിക്കും പോകേണ്ടത്. അല്ല, ഇത് എല്ലാത്തിനെയും സ്വീകരിക്കും, എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ഇത് ഇപ്പം നമ്മള് എല്ലാം അറിയുന്ന ആൾക്കാരല്ലല്ലോ. ഞാൻ ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു ലേണിങ്ങിന്റെ ഭാഗം തന്നെയാണ്, ഹൗ പീപ്പിൾ ടേക്ക് യുവർ സ്റ്റഫ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന പോസിറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് റിവ്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ നെഗറ്റീവ് റിവ്യൂസിലാണെങ്കിലും പോസിറ്റീവ് റിവ്യൂസിലാണെങ്കിലും ഇതെന്തുകൊണ്ട് വർക്കൗട്ടായി, ഇതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ള ഇതിലേക്ക് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, നമ്മുടെ പ്രോസസ്സിലേക്ക് തിരിച്ചു പോകും. ഇതെവിടെയാണ് നമുക്ക് പാളിയത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് വർക്കൗട്ട് ആയത് എന്നുള്ള പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ പഠിക്കും. എന്നിട്ട് അതിൽ നിന്ന് അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കും.